ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി ദിനത്തിൽ 3 വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ദീർഘകാലത്തേക്ക് നടപ്പിലാക്കുമെന്ന് പൃഥ്വി റൂട്ട്സ് എന്ന പരിസ്ഥിതി സംഘടന. മരം നടൽ, മഴക്കൊയ്ത്ത്, തിരുവച്ചിറയുടെ ജൈവ വൈവിധ്യം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ജൂൺ 5-ന് തുടക്കം കുറിക്കുമെന്ന് പൃഥ്വി റൂട്ട്സ് അംഗങ്ങൾ പറഞ്ഞു. ആദ്യത്തേത് വയനാടൻ കാടുകളിലുള്ള വിഷക്കൊന്ന നിർമ്മാർജ്ജനം എന്നുള്ള ഒരു കാര്യമാണ്. 2 മഴക്കൊയ്ത്ത് എന്ന പേരിൽ ഭൂഗർഭജല സംരക്ഷണം. നമ്മുടെ ഏറ്റവും കൂടുതൽ വെള്ളം വറ്റാൻ സാധ്യതയുള്ള വേനൽക്കാലം മാർച്ച് മാസത്തോടു കൂടിയൊക്കെ വെള്ളം വറ്റിപ്പോവാൻ സാധ്യതയുള്ള 1-2 പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ലളിതമായ ശാസ്ത്രീയമായ രീതിയിലൂടെ അവിടുത്തെ വെള്ളത്തെ സംരക്ഷിച്ചെടുക്കുക. പിന്നെ മീഞ്ചന്ത ഭാഗത്തുള്ള തിരുവിച്ചിറ ക്ഷേത്രകുളത്തില് അവരുടെ ജൈവവൈവിധ്യത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. ഇങ്ങനെ 3 പ്രവർത്തനങ്ങളാണ് ഭാവിയിലേക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന. ജൂൺ 5 കൂടി തുടങ്ങുകയും പിന്നീട് നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന 3 പ്രവർത്തനങ്ങൾ. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് പൃഥ്വി റൂട്ട്സ്. 2010 മുതൽ പരിസ്ഥിതി സാമൂഹ്യ സേവന രംഗത്ത് സജീവമാണ് സംഘടന. വയനാടൻ കാടുകളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന മഞ്ഞക്കൊന്ന എന്ന അധിനിവേശ സസ്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ദൗത്യത്തിലാണ് കഴിഞ്ഞ മാർച്ച് മുതൽ പൃഥ്വി റൂട്ട്സ്. ഒരു മരം നടുമ്പോഴും വിത്തെറിയുമ്പോഴും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും വാർത്താസമ്മേളനത്തിൽ സംഘടനാ അംഗങ്ങൾ വിശദീകരിച്ചു. പരിസ്ഥിതി ദിനാചരണങ്ങൾ ആഘോഷങ്ങളാക്കാതെ പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഫലപ്രദമായി എത്തിക്കാനാണ് പൃഥ്വി റൂട്ട്സ് ശ്രമിക്കുന്നതെന്നും വൈസ് പ്രസിഡന്റ് അഭിജിത്ത്, സെക്രട്ടറി സുകന്യ, ഡോക്ടർ ജ്യോതി ലക്ഷ്മി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമി പുനഃസ്ഥാപിക്കുക, മരുഭൂവൽക്കരണത്തിനെ ചെറുക്കുക, അതേപോലെ തന്നെ വരൾച്ച പ്രതിരോധിക്കുക. ഇതാണ്. അപ്പോൾ ഞങ്ങളും അറിഞ്ഞു കൂടായ്ക്കോ എന്തുകൊണ്ടാണെങ്കിലും ഞങ്ങളും ഈ ഒരു ജൂൺ 5-ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 3 പ്രോജക്റ്റുകളും നമ്മുടെ ഈ ഒരു തീമില് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ